നമസ്കാരം സുഹൃത്തുക്കളെ. ഓണസ്റ്റി അക്കാഡമിയുടെ ഭരണഘടനാ പഠനത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കാലിക പ്രസക്തിയുള്ള മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലന നിയമം 2007 കുറിച്ചാണ്. ഇത് വളരെ പ്രാധാന്യത്തോടു കൂടി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. പാർലമെന്റ് അംഗീകരിച്ച നിയമത്തിന് പ്രസിഡന്റ് ഒപ്പുവെച്ചത് ഡിസംബർ 29, 2007 ഇതിൽ മുതിർന്ന പൗരന്മാർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ചാപ്റ്റർ 1 2H പറയുന്നത് 60 വയസ്സിനോ അതിനു മുകളിലോ പ്രായമുള്ള ഇന്ത്യക്കാരെ കുറിച്ചാണ്. ഇതിൽ 7 ചാപ്റ്ററുകളാണുള്ളത്. അധ്യായം 3 വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് നിഷ്കർഷിച്ചിരിക്കുന്നു. അധ്യായം 3 19 പറഞ്ഞിരിക്കുന്നത്. 3:19. പിന്നെ വൃദ്ധസദനങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ലഭ്യമായ സ്ഥലങ്ങളിൽ വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കണം, സ്റ്റേറ്റ് ഗവൺമെൻറ് സ്ഥാപിക്കണം, മുതിർന്ന പൗരന്മാരെ കുറഞ്ഞത് ഒരു 150ഓളം പേരെങ്കിലും പാർപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ എല്ലാ ജില്ലകളിലും ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. 23 ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ഏതാനും പരിതസ്ഥിതികളിൽ സ്വത്ത് കൈമാറ്റം റദ്ദാക്കപ്പെടും. ദാറ്റ് മീൻസ് മുതിർന്നവരെ സംരക്ഷിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ രക്ഷിതാക്കളെ സംരക്ഷിച്ചില്ലെങ്കിൽ അവരുടെ സ്വത്ത് കൈമാറ്റം റദ്ദാക്കപ്പെടും എന്നാണ്. പിന്നെ ഇതിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 6-ാം അധ്യായത്തിലാണ്. 24-ാമതായിട്ട് പറഞ്ഞിരിക്കുന്നു, അതിനുള്ള ശിക്ഷ 3 മാസത്തെ ജയിൽ ശിക്ഷയോട് കൂടിയോ 5000 രൂപയോട് കൂടിയോ രണ്ടും കൂടിയോ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നീട് മുതിർന്ന പൗരന്മാർക്കുള്ള പരാതികൾ സമർപ്പിക്കേണ്ടത് കേരളത്തിൽ RDO മുമ്പാകെയാണ്.